കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ മന്ത്രിയായി മോൻസ് ജോസഫ് അധികാരമേൽക്കുകയാണ്. കടുത്തുരുത്തി MLA മോൻസ് ജോസഫ്. മോൻസ് ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മോൻസ് ജോസഫ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കടുത്തുരുത്തി MLA മോൻസ് ജോസഫ് കേരളത്തിന്റെ മന്ത്രിയായി അധികാരമേറ്റെടുത്തിരിക്കുന്നു. 96-ൽ കടുത്തുരുത്തി MLA-യാണ് അദ്ദേഹത്തിന് തുടക്കം. 2001-ൽ അദ്ദേഹം അതേ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. 2006, 2011, 2016, 2021, ഏറ്റവും ഒടുവിൽ 2026-ൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. 2007-ൽ അദ്ദേഹം LDF-നൊപ്പമായിരുന്നു. അന്ന് VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 2009-ൽ PJ ജോസഫിന്റെ തിരിച്ചുവരവിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥയും അദ്ദേഹത്തിനുണ്ടായി. വീണ്ടും അദ്ദേഹം ഇതാ UDF മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹം. വലിയ രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ട്. രാഷ്ട്രീയ പരിചയം അദ്ദേഹത്തിനുണ്ട്. നിയമസഭയിൽ മന്ത്രിസ്ഥാനത്തൊക്കെ വലിയ പരിചയം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് UDF മന്ത്രിസഭയുടെ വലിയൊരു മുതൽക്കൂട്ടാവും. അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ മന്ത്രിയായാണ് മോൻസ് ജോസഫ് ഈ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. അടുത്തതായി ഷിബു ബേബി ജോൺ ആയിരിക്കും സത്യപ്രതിജ്ഞ ചൊല്ലുക. RSPയുടെ മന്ത്രി ഷിബു ബേബി ജോൺ. നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. മോൻസ് ജോസഫ് മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ല.